മാലിന്യ പ്ലാന്റ് കത്തിനശിച്ചതിനെ തുടർന്ന് മാലിന്യ സംസ്കരണം അവതാളത്തിലായ ഇടുക്കിയിലെ മൂന്നാർ പഞ്ചായത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഉന്നതതല യോഗ തീരുമാനം. തദ്ദേശ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, കളക്ടർ, ശുചിത്വ മിഷൻ ഡയറക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് മാലിന്യ സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പഞ്ചായത്തുമായി സഹകരിച്ച് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. ഒരാഴ്ച മുമ്പായിരുന്നു മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. മാലിന്യ പ്ലാന്റ് കത്തിനശിച്ചതിനെ തുടർന്ന് മാലിന്യ സംസ്കരണം അവതാളത്തിലായ മൂന്നാർ പഞ്ചായത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, കളക്ടർ, ശുചിത്വ മിഷൻ ഡയറക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് മാലിന്യ സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പഞ്ചായത്തുമായി സഹകരിച്ച് നടപടികളെടുക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ജോലിക്കാരുടെ എണ്ണം, പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നിവ സ്ഥലം സന്ദർശിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ അധികൃതരെ യോഗം ചുമതലപ്പെടുത്തി. നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്തായി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബയോമൈനിംഗ് നടത്തി നീക്കം ചെയ്യാനായി ക്ഷണിച്ച ടെൻഡറുകൾ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തുറന്ന് കരാർ നൽകാനും യോഗം തീരുമാനിച്ചു. ബയോമൈനിങ്ങിനായി 3.5 കോടി രൂപയാണ് സംസ്ഥാന ശുചിത്വ മിഷൻ അനുവദിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. പ്ലാന്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി കത്തിനശിക്കുകയും പ്രധാന യന്ത്രങ്ങളും സോളാർ വേലികളും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചിരുന്നു. 52 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പോലീസ് പരിശോധനകൾ പൂർത്തിയാക്കിയാലുടൻ പ്ലാന്റിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പ് ആരംഭിക്കും. യന്ത്രങ്ങൾ നശിച്ചതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കട്ടകളാക്കാൻ കഴിയാത്തതിനാൽ തൊഴിലാളികളെ അധിക വേതനം നൽകി കൂടുതൽ സമയം ഉപയോഗിച്ച് ഇവ വേർതിരിക്കാനുള്ള ലക്ഷ്യമിടുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.